വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വരിയും നിരയും എന്ന് പറയുന്ന ടോപ്പിക്കാണ് മാത്സിൽ പഠിക്കാൻ പോണത്. അപ്പൊ സ്ഥാനനിർണയം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരാള് ക്യൂവിൽ എത്രാമത്തെ സ്ഥാനത്താണ്, അങ്ങനെയൊക്കെ ഒരു വരിയിൽ എത്രാമത്തെ സ്ഥാനത്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തെ മോഡല് നമുക്ക് എഴുതാം. അതായത് 100 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ എത്ര കുട്ടികളുണ്ട്? 100 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ കേട്ടോ. ആ 100 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ രാമന്റെ റാങ്ക് 100 കുട്ടികളുള്ളതില് രാമന്റെ റാങ്ക് എത്ര കിട്ടിയ രാമന്റെ റാങ്ക് മുന്നിൽ നിന്നും 52 ആണെങ്കിൽ, മുന്നിൽ നിന്നും 52 പിറകിൽ നിന്നും എത്രയാണ്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പലപ്പോഴും കാണാറുണ്ട്. അപ്പൊ പിറകിൽ നിന്നും എത്ര എന്നാണ് ചോദിക്കണം. അപ്പൊ ആദ്യം തന്നെ ഇതിപ്പോ ചെയ്യാനൊരു വഴിയൊക്കെ ഉണ്ട്. അതിനു മുമ്പ് ഒരു എക്സാമ്പിൾ ഞാൻ ടീച്ചർ കാണിച്ചു തരാം. അതായത് ഇപ്പൊ ഒരു വരി നോക്കി, 1 2 3 4 5 6 7 8 9 10 പേരുണ്ട് അല്ലെ. അപ്പോ അതില് രാമുവിന്റെ, ഇപ്പൊ നമ്മൾ ഈ രാമൻ അദ്ദേഹത്തിനെ തന്നെ എടുക്കാം. രാമൻ മുന്നിൽ നിന്നും 4-ാം സ്ഥാനത്താണ്. ഇവിടെയാണ് ആര് നിൽക്കണത്? രാമൻ നിൽക്കണത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ പിറകിൽ നിന്നും രാമൻ എത്രാം സ്ഥാനത്താണെന്ന് നോക്കണം. അപ്പൊ നോക്കിയേ, 1 2 3 4 5 6 7-ാം സ്ഥാനത്താണ് പിറകിൽ നിന്നും രാമൻ. അപ്പൊ അതിന് എന്താ ചെയ്യാ? മൊത്തം എത്രയാണ് സ്ഥാനമുള്ളത്? മൊത്തം എത്ര കുട്ടികളുണ്ട്? 10 കുട്ടികളുണ്ട്. 10 കുട്ടികളിൽ നിന്ന് ഇപ്പൊ രാമന്റെ സ്ഥാനം എത്രയാണ്? 4ആണ് അല്ലെ. 10 - 4 എത്ര കിട്ടിയ? 6. അതിന്റെ കൂടെ 1 കൂട്ടിയപ്പോഴാണ് എത്ര കിട്ടിയത്? രാമന്റെ സ്ഥാനം കിട്ടിയത് ഇല്ലേ മക്കളെ? അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നോക്കിയേ, 100 കുട്ടികളുള്ള ക്ലാസ്സിൽ മൊത്തം എത്രയുണ്ട്? 100 കുട്ടികളുണ്ട് ആ ക്ലാസ്സിൽ. 100 കുട്ടികളുള്ള ക്ലാസ്സിൽ മുന്നിൽ നിന്നും രാമൻ എത്രാമത്തെ ആണ്? 52ആണ്. അപ്പൊ ആ മുന്നിൽ നിന്നും 52 അങ്ങോട്ട് കുറയ്ക്കുക. അപ്പൊ 100-ൽ നിന്നും 52 കുറയ്ക്കുമ്പോൾ 48 കിട്ടും. ഈ 48നോട് 1 കൂട്ടിയ അതാണ് 49ആണ് ആൻസർ. അപ്പൊ നമ്മൾ ആകെ എണ്ണം എത്രയാ നോക്കുക, ഈ നിലവിൽ അദ്ദേഹത്തിന്റെ പൊസിഷൻ എത്രയാ നോക്കുക, അതിന്റെ കൂടെ 1 കൂട്ടുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ടീച്ചർ ഇങ്ങനെ ഈ ഒരു 10 റാങ്ക് ഇട്ട് ഇവിടെ കാണിച്ചു തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ഇതുപോലത്തെ തന്നെ വേറൊരു ചോദ്യം ചെയ്തു നോക്കിയേ. അതായത് 51 കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ. എത്ര കുട്ടികളുണ്ട്? 51 കുട്ടികളുള്ള ഒരു ക്ലാസ്സില് രവിയുടെ റാങ്ക് എത്രയാണ്? 21ആണ്. 21-ാം റാങ്കുകാരനാണ് രവി. എന്നാൽ രവിക്ക് പിന്നിൽ നിന്നും രവിയുടെ റാങ്ക് എത്രയാണെന്നാ ചോദിച്ചോക്കണം. 21-ാം റാങ്ക് എന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ട് 21-ാമത്തെ റാങ്കിലാണ്. അപ്പൊ പിന്നിൽ നിന്നും എത്രയാണ് രവിയുടെ റാങ്ക് എന്ന് ചോദിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആകെ 51 കുട്ടികളുണ്ട്, അതിൽ നിന്ന് രവിയുടെ റാങ്ക് കുറയ്ക്കും. 51-ൽ നിന്ന് 21 കുറച്ചപ്പോ എത്ര കിട്ടി? 30 കിട്ടി അല്ലെ. ആ 30ന്റെ കൂടെ 1 കൂട്ടണം, അതാണ് രവിയുടെ റാങ്ക്. എത്രയാണ്? 31ആണ്. ക്ലിയർ ആയില്ലേ? ഒരു വരിയിൽ ആകെ 20 പേരുണ്ട്. ഒരു വരിയില് ആകെ എത്ര പേരുണ്ട്? 20 പേരുണ്ട്. അതില് ജോൺ എന്ന് പറഞ്ഞ ആള് വരിയില് മുന്നിൽ നിന്ന് ആറാമനാണ്. അപ്പൊ അങ്ങനെ ജോൺ പിന്നിൽ നിന്ന് എത്രാമനാ? 20-ൽ നിന്ന് 6 കുറച്ച് 1 കൂട്ടാം. 20-ൽ നിന്ന് 6 കുറച്ച് എത്രയാ? 14 കിട്ടും. 14ന്റെ കൂടെ 1 കൂട്ടി എത്രയാ? 15 കിട്ടും. അപ്പൊ അദ്ദേഹം പിന്നിൽ നിന്ന് എത്രാമനാണ്? 15-ാമനാണ്. അപ്പൊ ഒരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി അടുത്ത മോഡലിലേക്ക് വരികയാണ്. അതായത് രണ്ടാമത്തെ മോഡല് രാജു ഒരു ക്യൂവിൽ മുന്നിൽ നിന്ന് 7-ാമതാണ്. രാജു ഒരു വരിയിൽ നിൽക്കാണ്. മുന്നിൽ നിന്ന് രാജു എത്രാമത്തെ സ്ഥാനത്താണ്? 7-ാമത്തെ സ്ഥാനത്താണ് ആര്? രാജു നിൽക്കണം കേട്ടാ. രാജു നിൽക്കണം. ഇനി പിന്നിൽ നിന്ന് 10-ാമതാണ്. കണ്ടോ? മുന്നിൽ നിന്ന് 7-ാമതും പിന്നിൽ നിന്ന് രാജുവിന് എത്രാമത്തെ സ്ഥാനമാണ്? 10-ാം സ്ഥാനവുമാണ്. പിന്നിൽ നിന്ന് 10-ാം സ്ഥാനവുമാണ്. എന്നാൽ ക്യൂവില് ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. ക്യൂവില് ആകെ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ ചെയ്തു നോക്കി. 1 2 3 4 5 6 7 8 9 10. ഇതില് രാജുവിന് മുന്നിൽ നിന്നും സ്ഥാനം എത്രയാണ്? മുന്നിൽ നിന്നും സ്ഥാനം 5ആണ്. ഇപ്പൊ 5-ാം സ്ഥാനത്താണ് രാജു നിൽക്കണേന്ന് നോക്കാം. പിന്നിൽ നിന്ന് അപ്പൊ എത്രയോ? 1 2 3 4 5 6 അല്ലെ. പിന്നിൽ നിന്നും എത്രാമത്തെ സ്ഥാന? 6-ാം സ്ഥാനാണ്.
അപ്പൊ മുന്നിൽ നിന്നും 5-ാം സ്ഥാനവും പിന്നിൽ നിന്ന് 6-ാം സ്ഥാനത്തുള്ള ഇതില് ടോട്ടൽ എത്ര, ഇപ്പൊ ടോട്ടൽ 10 നമുക്കറിയാം, എന്നാൽ എത്ര ഉണ്ടെന്ന് അറിയാം. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? 5ന്റെ കൂടെ 6 കൂട്ടാം, എന്നിട്ട് അതിൽ നിന്ന് 1 കുറയ്ക്കുക. 5ഉം 6ഉം 11, 11 മൈനസ് 1 10. അപ്പൊ വരിയിലെ മൊത്തം ആൾക്കാരുടെ എണ്ണം കിട്ടിയില്ലേ? വരിയിൽ 10 പേരാന്ന് നമുക്കറിയാലോ. അപ്പൊ അതുപോലെ ഇപ്പൊ രാജുവിന്റെ മുന്നിൽ നിന്നുള്ള സ്ഥാനം 7ഉം പിറകിൽ നിന്നുള്ള സ്ഥാനം 10ഉമാണെങ്കിൽ 7 + 10 17. കാരണം ഇവിടെ ഇങ്ങനെ വരുമ്പോ രാജുവിനെ 2 പ്രാവശ്യം കൂട്ടുണ്ട് അല്ലെ? അപ്പൊ അതിൽ നിന്ന് ഒരു പ്രാവശ്യം ഒരു ഇത് കുറയ്ക്കണം, എന്നാലാണ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ 16. ക്ലിയർ ആയോ മക്കളെ? അതുപോലെ തന്നെ ഒരു ക്യൂവില് രമ നിൽക്കുന്നത് മുന്നിൽ നിന്നും 12-മതായാണ്. മുന്നിൽ നിന്നും 12-മത് രമ നിൽക്കുന്നു. പിന്നിൽ നിന്നും 17-മതായി രമ നിൽക്കുന്നു. പിന്നിൽ നിന്നും 17-മതായി രമ നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ടെന്നാ ചോദിക്കണം. അപ്പൊ മുന്നിൽ നിന്ന് രമ 12, പിന്നിൽ നിന്ന് രമ 17. 12ഉം 17ഉം കൂടി കൂട്ടുമ്പോൾ 29. അപ്പൊ രമയെ നമ്മൾ ഇവിടെ 2 പ്രാവശ്യം കൂട്ടാണ്. രമയുടെ മുന്നിൽ നിന്നുള്ളതും പിന്നിൽ നിന്നുള്ളതും കൂട്ടുണ്ട്. അപ്പൊ രമയെ 2 പ്രാവശ്യം കൂട്ടിയ ക്യൂവിൽ ആൾക്കാരുടെ എണ്ണം കൂടില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു സ്ഥാനം രമയുടെ കുറയ്ക്കുന്നത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 28 എന്ന ഉത്തരം കിട്ടി. ക്ലിയർ ആയോ? അതുപോലെ തന്നെ എന്താണ് രാഘവൻ ഒരു ക്യൂവില് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും 11-മതാണെങ്കിൽ, മുന്നിൽ നിന്നും 11-മതാണ്, പിന്നിൽ നിന്നും അയാൾ എത്രാമതാണ്? 11-മതാണ്. മുന്നിൽ നിന്നും 11-മതാണ്, പിന്നിൽ നിന്നും 11-മതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പേരുണ്ടാവും ക്യൂവില്? മുന്നിൽ നിന്നും 11 പിന്നിൽ നിന്നും 11. 11ഉം എത്രയാണ്? 22. 22ൽ നിന്ന് 1 കുറച്ച എത്രയാണ്? 21. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എന്താ ചെയ്യാ? ക്യൂവിന്റെ കണക്കുകൾ ചെയ്യുക. ക്ലിയർ ആയോ? അപ്പോ ഈ അടുത്ത മോഡൽ പഠിച്ചു അല്ലെ? ഇനി നെക്സ്റ്റ് മോഡൽ പഠിക്കാം. നെക്സ്റ്റ് മോഡൽ ഇങ്ങനെയാണ്. അതായത് 50 ആളുകളുള്ള ഒരു വരിയിൽ, 50 പേരുള്ള ഒരു വരിയിൽ സീത മുന്നിൽ നിന്നും 10-മതും, സീത മുന്നിൽ നിന്നും 10-മതും, മായ പിറകിൽ നിന്ന് 20-മതുമാണ്. എങ്കിൽ ഇവർക്കിടയിൽ എത്ര ആൾക്കാരുണ്ട് എന്നാ ചോദ്യം. ഇവർക്കിടയിൽ എത്ര ആൾക്കാരുണ്ട്? അങ്ങനെ ഇടയിലുള്ള ആൾക്കാരുടെ എണ്ണം ചോദിക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആകെ എണ്ണത്തിൽ നിന്ന് ഇവരുടെ രണ്ടുപേരുടെയും സ്ഥാനങ്ങളുടെ തുക കുറച്ചാൽ മതി. 20 + 10 എത്രയാണ്? 30 അല്ലെ? അപ്പൊ 50 - 30 20 അവർക്കിടയിലുള്ള ആളുകളുടെ എണ്ണം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതായത് ഇങ്ങനെ തരികയാണെങ്കിൽ ഇത്തരം സംഭവം, അതായത് ഇപ്പൊ ഒന്നും കൂടെ തരാം. അതായത് 78 ആളുകളുള്ള ഒരു വരിയിൽ, അഞ്ചു എങ്ങനെയാണ്? 5 മുന്നിൽ നിന്ന് 12-മതാണ്. ബിന്ദു പിറകിൽ നിന്ന് എത്രാമതാണ്? 51-മതാണ്. എങ്കിൽ അവർക്കിടയിൽ എത്ര പേരുണ്ട്? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത്? മൊത്തം 78-ൽ നിന്ന് 12ഉം 51ഉം കൂടി കൂട്ടിയത് കുറയ്ക്കും. 12 51ഉം കൂടി കൂട്ടുമ്പോ എത്ര കിട്ടുക? 63. ഈ 63 കുറച്ചു കഴിഞ്ഞാൽ 3 8 ആവാൻ 5, 6 7 ആവാൻ 1. എത്ര കിട്ടുക? നമുക്ക് 15. ഉത്തരം 15 കിട്ടി. ഇപ്പൊ നമ്മൾ ഇവിടെ തന്നെ എണ്ണി നോക്കി മക്കളെ. ഇത് ഒന്നും ഇങ്ങനെ ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറും. അതായത് ഇതിങ്ങനെ ഞാൻ ചെയ്യിപ്പിക്കണം, നിങ്ങൾക്ക് ഒരു എളുപ്പത്തിൽ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ 10 പേരുള്ള ഒരു വരിയിൽ സീത മുന്നിൽ നിന്നും 3-മതാണ്. സീതയുടെ സ്ഥാനം മുന്നിൽ നിന്നും 3-മതാണ്. ഇനി എന്താ പറയുന്നത്? അഞ്ജുവിന്റെ സ്ഥാനം പിന്നിൽ നിന്നും 4-മതാണ്. അഞ്ചു പിന്നിൽ നിന്നും 4-മതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ എത്രാം സ്ഥാനം? 3-ാം സ്ഥാനാണ്. ഇവിടെ എത്രാം സ്ഥാനം? 4-ാം സ്ഥാനാണ്. 3ഉം 4ഉം എത്രയാ? 7 അല്ലെ? 3ഉം 4ഉം എത്രയാണ്? 7. ഇനി മൊത്തം എത്ര പേരുണ്ട്? 10. 10ൽ നിന്ന് 7 കുറച്ചപ്പോ ഇവിടെ 3 കിട്ടി. ഇവിടെ നോക്കിയേ, 1 2 3. രണ്ടുപേരുടെ ഇടയിൽ എത്ര പേരുള്ള? 3 പേരല്ലേ? അപ്പൊ നമ്മൾ ചെയ്ത രീതി ശരിയായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് ഈ മോഡലുള്ള കണക്കുകൾ ചെയ്യാം. ഇനി അടുത്തത് നോക്കാം. ഇനി അടുത്തത് നോക്കുമ്പോ ഇവിടെ നമ്മള് 18 ആളുകളുള്ള ഒരു വരിയിൽ, 18 ആളുകളുള്ള ഒരു വരിയില് അരുൺ മുന്നിൽ നിന്ന് 7-മതാണ്.
അരുൺ മുന്നിൽ നിന്ന് ഏഴാമതാണ്. ഇനി ഗീത പിറകിൽ നിന്ന് 11ാമതാണ്. ഇനി എങ്കിൽ ഇടയിൽ എത്ര ആൾക്കാരുണ്ടെന്ന് ചോദിക്കണം. അപ്പൊ ഇടയിൽ ആൾക്കാർ ചോദിക്കുമ്പോ അതായത് 18 ആളുകളുള്ളതില് ഏഴാമത്തെ ആളും 11ാമത്തെ ആളുമാണ്. അപ്പൊ നോക്കിയേ, ഏഴാമത്തെ ആളും 11ാമത്തെ ആളാവുമ്പോ ഈ ഏഴാമത്തെ ആളും 14ാമത്തെ ആളാണ്. ഏഴാമത്തെ ആളും 14ാമത്തെ ആളുമാണ് അല്ലെ. അപ്പൊ മൊത്തം എത്ര പേരുണ്ട്? ടോട്ടല് 18 പേര് ഉണ്ട്. അതില് അരുണ് മുന്നിൽ നിന്ന് ഏഴാമതാണ്, ഗീത പിന്നിൽ നിന്ന്. അപ്പൊ നമ്മള് ടോട്ടലിന്ന് ഇവരുടെ സ്ഥാനങ്ങള് കുറയ്ക്കുകയാണ് ചെയ്യാറ്, തുക. അപ്പൊ 17 4 21. അപ്പൊ ടോട്ടലിന്ന് ഇത് കുറയ്ക്കാൻ പറ്റുമോ? കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ടോട്ടലിനേക്കാൾ കൂടുതലാണ്. അപ്പൊ ടോട്ടലിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ സ്ഥാനങ്ങളുടെ തുക ആകെ എണ്ണത്തേക്കാൾ കൂടുതൽ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ സ്ഥാനങ്ങളുടെ തുകയിൽ നിന്ന് ആകെ എണ്ണം കുറച്ച്, സ്ഥാനങ്ങളുടെ തുകയിൽ നിന്ന് ആകെ എണ്ണം കുറച്ച് -2 ചെയ്യണം. അപ്പൊ സ്ഥാനങ്ങളുടെ ഇടയിൽ നിന്ന് ആകെ എണ്ണം കുറച്ചാൽ 21 - 18. 21 18 കഴിഞ്ഞാൽ 19 20 21 3 -2 എത്രയാണ്? 1. ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായേ? ആളുകളുടെ എണ്ണം, ടോട്ടൽ എണ്ണം സ്ഥാനങ്ങളുടെ നിങ്ങളുടെ എണ്ണത്തെക്കാൾ കുറവാവുക, സ്ഥാനങ്ങളുടെ എണ്ണത്തെക്കാൾ ആളുകളുടെ എണ്ണം കുറവാവുകയാണ് ഇവിടെ ചെയ്യണത് അല്ലെ. അപ്പൊ ഇനി ഒരു ക്ലാസ്സിൽ 45 കുട്ടികളിൽ അല്ലെ, രാമു എന്താണ്? ഇടത്ത് നിന്നും 19ആണ്. ഈ രാമുവിന്റെ ഇടത്ത് നിന്നുള്ള സ്ഥാനം 19ഉം ബാലുവിന്റെ വലത്ത് നിന്നുള്ള സ്ഥാനം 31മാണ്. വലത്തു നിന്നുള്ള സ്ഥാനം 31ആണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? മൊത്തം ടോട്ടൽ എടുത്തിട്ട് അതിൽ നിന്ന് ഈ എന്താ പറയുന്ന സ്ഥാനങ്ങളുടെ തുക കുറയ്ക്കുക ചെയ്യാറ്. പക്ഷെ ഇതിവിടെ കുറച്ച് നോക്കുമ്പോൾ 50 കിട്ടണേ. അപ്പൊ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കൂടുതലാണെങ്കിൽ 50ൽ നിന്ന് നമ്മൾ മൊത്തം ആൾക്കാരുടെ എണ്ണം കുറച്ചിട്ട് 50ൽ നിന്ന് സ്ഥാനങ്ങളുടെ തുകയിൽ നിന്ന് മൊത്തം ആൾക്കാരുടെ എണ്ണം കുറയ്ക്കും. മൊത്തം ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ 5 കിട്ടി. അതിൽ നിന്ന് നമ്മൾ എത്ര കുറയ്ക്കണം? 2 കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും. 2 കുറച്ചാൽ എത്ര കിട്ടുക? 3 പേരാണ് അവരുടെ ഇടയിലുള്ളത്. ഇനി നമുക്ക് ഒരു മോഡലും കൂടെ പഠിക്കാണ്ട്. ഒരു വരിയില് മനു എന്താണ്? മുന്നിൽ നിന്ന് എട്ടാമതാണ്. പിറകിൽ നിന്ന് ഏഴാമതാണ്. മുന്നിൽ നിന്ന് എട്ടാമത്, പിറകിൽ നിന്ന് ഏഴാമത്. അവർ വരിയിലെ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ, അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോൾ മനു മുന്നിൽ നിന്ന് 15ാമതായി. വരിയിൽ എത്ര പേരുണ്ട്? ഇത് നമുക്ക് എഴുതി ചെയ്യാം. അതായത് ഒരു വരിയാണ് കേട്ടോ. ആ വരിയില് മനു ഇവിടെ നിന്നാണ് മുൻഭാഗം അല്ലെ. മനു നിൽക്കുന്നത് മുന്നിൽ നിന്നും 8ാമതായിട്ടാണ്. 8ാമത്തെ സ്ഥാനമാണ് ആർക്കുള്ളത്? മനുവിനുള്ളത്. പിറകിൽ നിന്നും പിറകിൽ നിന്നും 7ാമത്തെ സ്ഥാനത്ത് മനു, പിന്നെ മുന്നിൽ നിന്നും അല്ലെ, മനു മുന്നിൽ നിന്നും 7ാമതും, വിനു ആണ് കേട്ടോ. വിനു പിറകിൽ നിന്നും 7ാമതുമാണ്. അപ്പൊ കുറെ പേരുള്ള ഒരു വരിയില് മനു ആദ്യം മുന്നിൽ നിന്ന് 8ാമത്, വിനു പിറകിൽ നിന്ന് 7ാമത്. ഇനി ഇവർ പരസ്പരം സ്ഥലം മാറി എന്ന് കഴിഞ്ഞാൽ മനു വിനുവിന്റെ സ്ഥാനത്തേക്കും പോയി, വിനു മനുവിന്റെ സ്ഥാനത്തേക്കും പോയി. അപ്പൊ മനു ഇവിടെ എത്തി അല്ലെ. മനു ഇവിടെ എത്തിയപ്പോ മനു മുന്നിൽ നിന്നും എത്രാമതായി? 15ാമതായി അല്ലെ. മുന്നിൽ നിന്നും 15ാമതായി എന്ന് മനസ്സിലാക്കുക. ഇവിടെ ഇയാള് പിറകിൽ നിന്നും 7ാമതാണെങ്കിൽ ഇയാളുടെ ഇപ്പുറത്ത് 6 പേരുള്ള അല്ലെ, 6 പേരല്ലേ. അപ്പൊ ഇവിടെ ഇപ്പൊ മനു എന്താ പറയാ, മുന്നിൽ നിന്നും മനു നിൽക്കുന്നത് 15ാമത്തെ പൊസിഷനിലാണെങ്കിൽ, ഇത് 15 ആണെങ്കിൽ ഈ 15ന്റെ കൂടെ 6 കൂട്ടിയ 21 അല്ലേ മൊത്തം ആൾക്കാരുടെ എണ്ണം ഉണ്ടാവുക. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു വഴി എന്ന് പറയുന്നത്. ഇത് ഇങ്ങനെ മനസ്സിലാക്കി പഠിക്കാൻ വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പരസ്പരം മാറിയ സ്ഥാനം ഇങ്ങനെയാണ്. അത് ഒന്നും കൂടെ ടീച്ചർ പറയാം. അതായത് ഒരു വരിയിൽ വേറൊരാളുടെ കണക്കെടുക്കാം. ഒരു വരിയില് 5 മുന്നിൽ നിന്ന് 10ാമത് നിൽക്കാട്ട. 5 മുന്നിൽ നിന്ന് 10ാമത് നിന്നു. അതുപോലെ തന്നെ
ബിന്ദു പിറകിൽ നിന്ന് പത്താമത് നിന്നു. ബിന്ദു പിറകിൽ നിന്നും പത്താമതാണ്. പിറകിൽ അവർ പരസ്പരം സ്ഥാനം മാറിയപ്പോ അഞ്ചു എവിടെത്തി? അഞ്ചു മുന്നിൽ നിന്നും 20ആയി. അപ്പോ എന്നാ വരിയിൽ എത്ര പേരുണ്ട്? അപ്പൊ ഒരു വരി ആദ്യം അഞ്ചു നിന്നു, അഞ്ചു പത്താമത്തെ സ്ഥാനത്താർന്നു, മുന്നിന്ന് പത്താമത്തെ സ്ഥാനത്താർന്നു. ബിന്ദു പിന്നീന്നാണ് പത്താമത്തെ സ്ഥാനമായി. ബിന്ദു പിന്നീന്ന്. ഇനി അഞ്ചു ബിന്ദുവിന്റെ സ്ഥാനത്തേക്ക് പോയി. ബിന്ദുവിന്റെ സ്ഥാനത്തേക്ക് പോയപ്പോ അഞ്ചു മുന്നിൽ നിന്ന് എത്രാമത്തെ സ്ഥാനത്തെത്തി? 20ആമത്തെ സ്ഥാനത്തെത്തി. അപ്പൊ ബിന്ദു ശരിക്കും 20ആമത്തെ സ്ഥാനത്താണ് നിന്നടന്നത് അല്ലെ? പക്ഷെ പിന്നീന്ന് നോക്കുമ്പോ ബിന്ദുവിന് 10ആമത്തെ റാങ്കാ. അപ്പൊ ഇവിടെ എത്ര ബിന്ദുവിന്റെ പിന്നിൽ എത്ര പേരുണ്ട്? 9 പേരില്ലേ? അപ്പൊ 20ന്റെ കൂടെ 9 കൂട്ടിയാൽ 29 അല്ലേ മക്കളെ നമ്മുടെ മൊത്തത്തിലുള്ള എന്ത് എണ്ണം എന്ന് പറയുന്നത്? ഈ വരിയിലുള്ള മൊത്തം ആൾക്കാരുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 29 അല്ലേ? ഇങ്ങനെ ചെയ്യാം. അപ്പൊ ഇത്രയും മോഡലുകളാണ് നമ്മുടെ ഈ പരീക്ഷയ്ക്ക്, അതായത് നിങ്ങൾക്ക് എന്താ പറയാ പ്രധാനപ്പെട്ടത്. എല്ലാ മോഡലും ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. 5 മോഡൽ നമ്മൾ പഠിച്ചു. ഈ 5 മോഡലുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണക്കുകൾ തിരിച്ചു മറിച്ച് നിങ്ങൾ ചെയ്തു നോക്കുക. ആദ്യം തന്നെ നിങ്ങൾ ഒരു എക്സാമ്പിൾ എടുത്ത് ചെയ്യും. ഇതൊക്കെ ഇങ്ങനെ വരച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ പെട്ടെന്ന് സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ വരിയും നിരയും എന്ന് പറയുന്ന ഭാഗം എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കേട്ടോ.